ഹായ് അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. കറിയൊന്നും വേണ്ട കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവെക്കുക. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് നമ്മളെ ഓഫീസിൽ പോകേണ്ട ദിവസമാണ് കേട്ടോ. ഞങ്ങൾ ഓഫീസ് കാവന്നൂരാണ്. അപ്പോൾ ഞാൻ 9 മണിൻ്റെ ബസ്സിന് പോകണമെന്ന് വിചാരിച്ചിട്ട് എല്ലാ ജോലികളും തീർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 7:30 ആയിട്ടാണ് കേട്ടോ കിച്ചണിക്ക് വന്നിട്ടുള്ളത്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ. ചോറ് അടുപ്പത്തുണ്ട്, പിന്നെ കറി ഇന്നലത്തെ സാമ്പാറുണ്ട്, മീൻ പൊരിച്ചതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതാ പുട്ടുപൊടി ആണ് കേട്ടോ ഇപ്പോൾ ഒരു ബൗൾക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ വലിയൊരു ക്യാരറ്റ് കഴുകി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പുട്ടുപൊടി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല, ഒരു 1/4 കപ്പിലേറെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതൊന്ന് നനച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണോ പുട്ടിന് പൊടി എടുക്കണത് നമുക്കറിയാമല്ലോ, പുട്ടുപൊടി എടുക്കുമ്പോൾ എത്ര വെള്ളം ഒഴിക്കണ്ടേന്നൊക്കെ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിവിടെ അടച്ച് വെക്കാം. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന് പൊടിയൊക്കെ കുതിർന്ന് പുട്ട് ചുടാനുള്ള പാകത്തിനായിട്ട് വന്നോളും. അപ്പോൾ അതവിടെ അടച്ച് വെക്കാം കേട്ടോ. പിന്നെ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തിക്കണമല്ലോ, ഇനി നമുക്കതൊന്ന് പിന്നെ നെയ്യിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ഗ്യാസ് മേലെ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ നെയ്യിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നെയ്യിലാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ, പിന്നെ ക്യാരറ്റൊക്കെ അതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ. അപ്പോൾ ഞാനിതാ ഒരു സ്പൂൺ നെയ്യ് നമ്മളെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യാവുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്നും കൂടെ നല്ലതല്ലേ. അപ്പോൾ നെയ്യ് ചൂടായി വന്നിട്ട് ഇനി നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ക്യാരറ്റേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വലിയൊരു ക്യാരറ്റാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ക്യാരറ്റ് കഴിക്കാൻ മടിയില്ല കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾ സ്കൂളൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കല്ലേ, അപ്പോൾ എന്തുണ്ടാക്കി കൊടുത്താലും കഴിക്കും. പ്രത്യേകിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിക്കാനൊന്നും കൂടെ ഉഷാറ് കാണിക്കൂലേ. ഇവിടെ മക്കൾ ക്യാരറ്റ് പച്ച തിന്നും കേട്ടോ. ഉപ്പേരി എന്ന് വെച്ചാൽ വലിയ ഇഷ്ടമൊന്നുമില്ല അവർക്ക്. അതേപോലെ ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ കുടിക്കും. പിന്നെ ക്യാരറ്റ് എന്തായാലും നല്ലതാണല്ലോ, പിന്നെ നമ്മളെ സ്കിന്നിനാണെങ്കിലും ബ്ലഡ് കൂടാനൊക്കെ നല്ലതാണ് ക്യാരറ്റ്. അപ്പോൾ അതാ ക്യാരറ്റ് ഞാൻ ഈ ഒരു നെയ്യിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലോണം കളർ മാറുന്നത് വരെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു ക്യാരറ്റത്തെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇതിത്തെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഈ ക്യാരറ്റിൻ്റെ കളറുമാണ് മാറും കേട്ടോ. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തു. പിന്നെ നമ്മളിവിടെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, തേങ്ങയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. തേങ്ങ കുറച്ച് അധികം ചേർക്കണമെങ്കിൽ നല്ലതാണ്, കാരണം നമ്മൾ കറിയൊന്നും ഉണ്ടാക്കണില്ലല്ലോ ഈ ഒരു പുട്ടിൻ്റെ കൂടെ. അപ്പോൾ കുറച്ചധികം തേങ്ങ എടുത്തെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 3 സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇപ്പോൾ മക്കൾക്ക് കഴിക്കാനായതുകൊണ്ട് പഞ്ചസാര നമ്മൾ ഇതിക്ക് ചേർത്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു പഞ്ചസാര കൂട്ടി കഴിക്കും. അപ്പോൾ ഞാൻ ഇതിക്ക് ഒരു 3 സ്പൂണ്, ഒരു 2.5 സ്പൂണോളം കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതേപോലെ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഏലക്കായ പൊടിച്ചതില്ല, ഇനി അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ആ പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ തേങ്ങൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഒക്കെ മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതോടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ നനച്ച് വെച്ച പുട്ടുപൊടി ഉണ്ടല്ലോ, അത് നമുക്ക് എന്തായിക്കണം നോക്കാം കേട്ടോ. പുട്ടുപൊടി കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ പൊടിയൊക്കെ നല്ലോണം കുതിർന്ന് നമുക്ക് പുട്ട് ചുടാനുള്ള പാകത്തിനായിട്ട് വരുമല്ലോ. അതേപോലെ വെള്ളമൊക്കെ പിന്നെ കുടിച്ച് പുട്ടുപൊടിയൊക്കെ ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിക്ക് കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1.5 സ്പൂണ് പാൽപ്പൊടിയാണ് കേട്ടോ ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക, പാൽപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ട്. ഇനി പാൽപ്പൊടി ഇല്ലെങ്കിലേ നമ്മളിപ്പോൾ പുട്ടുപൊടി നനച്ചത് പച്ചവെള്ളം കൊണ്ടല്ലേ, അപ്പോൾ ആ ഒരു പിന്നെ വെള്ളം ചേർക്കണതിന് പകരമായിട്ട് പാല് ചേർത്തുകൊണ്ട് അങ്ങനെ നനച്ച് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ പാൽപുട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതാ ഞാൻ കൈവച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. പാൽപ്പൊടിയൊക്കെ നമ്മളെ പുട്ടുപൊടിയിൽ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പിന്നെ ഇഷ്ടമുള്ള ഷേപ്പിൽ പുട്ടുണ്ടാക്കിയെടുക്കുക. നമ്മൾ സാധാ പുട്ടുകുറ്റിയിലാണ്
ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കുക. അതേപോലെ ചിരട്ടപ്പുട്ടാക്കിയിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കുക. ഞാനിപ്പോൾ ഇതാ നമ്മൾ ചെറിയൊരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ഐഫക്കുട്ടി സ്കൂൾക്ക് കൂട്ടാൻ കൊണ്ടുപോകുന്ന പാത്രമാണ് കേട്ടോ ഇത്. ഇതേപോലെയുള്ള ചെറിയ ബൗൾ എടുത്തിട്ട് അതിക്കൊന്ന് എണ്ണ തടവി കൊടുക്കട്ടെ ആദ്യം. എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ ഒരു പാൽപ്പൊടിൻ്റെയും തേങ്ങൻ്റെയൊക്കെ മിക്സ് ഉണ്ടല്ലോ, പഞ്ചസാരൻ്റെയൊക്കെ, അപ്പോൾ അതേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ നെയ്യിലിട്ട് വഴറ്റിയെടുത്ത ഈ ഒരു ക്യാരറ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നനച്ച് വെച്ച പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പുട്ടും കുറ്റി തന്നെയല്ല ഉണ്ടാക്കല്. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതാ ഇതിലേക്ക് പൊടി നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പൂൺ വെച്ചിട്ട് തന്നെ അതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഇങ്ങോട്ട് കുത്തി അമ്പിച്ച് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, പുട്ടിന് ആവി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ എന്താ പറയുക, അതേപോലെ നല്ല ഹാർഡായിട്ടുള്ള പുട്ട് വയ്ക്കാറ് കേട്ടോ. ജസ്റ്റ് ഇതേപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കൈ വെച്ചിട്ടും ഒന്നങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിത് ഇഡ്ഡലി തട്ടിക്ക് കൊട്ടി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിന് പകരം നമ്മൾ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഗ്ലാസ് എടുത്താലും മതി കേട്ടോ. സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബൗളോ എന്തുണ്ടെങ്കിലും എടുക്കുക, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക. അപ്പോൾ ഞാൻ പിന്നെ എന്താ ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് ഇതിലേക്കാണ് കേട്ടോ അത് കൊട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ഞാൻ വെള്ളവും വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാകുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇതൊക്കെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത് പൊട്ടിപ്പോവാതെ നല്ല വൃത്തിയിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊരു 4 ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് പിന്നെ ക്യാരറ്റിൻ്റെയും പാൽപ്പൊടിൻ്റെയൊക്കെ മിക്സ് പിന്നെ കുറച്ചുള്ളതിന് കേട്ടോ. അപ്പോൾ ഒക്കെ കൂടെ ഉണ്ടാക്കാൻ മാത്രമല്ലേ ഇനി. അപ്പോൾ ഞാനത് ഒക്കെ കൂടെ മിക്സ് ആക്കി കൊടുത്തിട്ട് ഇതേപോലെ നമ്മളെ ഇഡ്ഡലി തട്ടിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് ഉള്ള ഈ ഒരു പാത്രം ഉണ്ടല്ലോ, ഈ ഒരു പാത്രത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ആവി കയറ്റിയിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്തായാലും നമ്മൾ പുട്ട് പൊടിച്ചിട്ടല്ലേ കഴിക്കാം. അപ്പോൾ എളുപ്പപ്പണി ചെയ്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ സമയമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഓഫീസിലേക്ക് പോകണം, 9 മണിയാകുമ്പോഴത്തേന് ബസ് സ്റ്റോപ്പിൽ എത്തണം കേട്ടോ. അപ്പോൾ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെ ചെമ്പിലൊക്കെ വെള്ളം വെച്ചിന്, വെള്ളം ചൂടായപ്പോൾ ഇതാക്കിയാൽ ഈ 2 തട്ടും ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതവിടെ കടന്നിട്ട് വേവട്ടെ. ആവി കയറി വന്നാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ നല്ല സുഖമാണ് കേട്ടോ നമ്മൾ ഈ ഒരു മൾട്ടിപോട്ട്. പിന്നെ നമുക്ക് ഗ്യാസും ലാഭിക്കുക, അതേപോലെ തന്നെ നമ്മളെ കുക്കിങ്ങും എളുപ്പം തീരും. ഈ ഒരു മൾട്ടിപോട്ടും നമ്മൾ ഇൻഡസ് വാലിത്തെ പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മളെ പുട്ടിനെ കാവി വന്ന് ഞാനിതാ വാഴൻ്റെ ഇലയിലേക്കാണ് കേട്ടോ പുട്ട് എടുക്കുന്നത്. അപ്പോൾ നല്ല ചൂടുണ്ട്, ഞാൻ കൈ കൊണ്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പുട്ടൊന്നും പൊട്ടിപ്പോവാതെ നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ പാൽപ്പുട്ട് തയ്യാറാക്കി നോക്കാത്തവരൊന്നും തയ്യാറാക്കി നോക്കൊണ്ടി, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ 100% എന്താ പറയുക 100% പറയാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ പാൽപ്പൊടിയും ക്യാരറ്റൊക്കെ ചേർത്തതുകൊണ്ടേ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ക്യാരറ്റൊക്കെ നമ്മൾ നെയ്യിലിട്ട് വഴറ്റിയിട്ടല്ലേ ചേർത്തത്. അപ്പോൾ ക്യാരറ്റൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഒരു കഴിച്ചോളും. അപ്പോൾ ഞാനൊരു ഭംഗി ഇട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വാഴൻ്റെ നടുക്ക് നമ്മൾ ആ ഒരു പ്ലേറ്റിൽ ആവി കയറ്റി വെച്ച പുട്ടുണ്ടല്ലോ അതും അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ പഴം ഉണ്ടേനി, പഴമൊന്നും വേണമെന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കറിയും പഴം ഒന്നും വേണമെന്നില്ല. കറി പിന്നെ എന്തായാലും വേണ്ട, നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് കറിൻ്റെ ആവശ്യമില്ല. പഴവും കൂടെ ചേർക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടായ പഴം തന്നെയാണ്. അപ്പോൾ ഞാൻ പഴം എടുത്തിട്ടുണ്ട് ഇതിക്ക്. എന്നിട്ട് ഇതേപോലെ കുഴച്ച് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ആ ക്യാരറ്റിൻ്റെ കളറൊക്കെ കാണുമ്പോഴേ കുട്ടികൾക്കൊരു ഇഷ്ടവും ഇക്കാരം. അങ്ങനെ കളർഫുള്ളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണത് അവർക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിന്. പിന്നെ ഇന്നിപ്പോൾ ചോറിന് പ്രത്യേകിച്ച് കറിയും കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് അതൊന്നും കാണിക്കാനില്ല കേട്ടോ. ഇന്നലത്തെ സാമ്പാറൊക്കെ ഉണ്ടായിന്, മീനൊക്കെ ഉണ്ടായിന്. അപ്പോൾ പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ പോവാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച ബസ്സൊക്കെ കിട്ടി കേട്ടോ, 9 മണിൻ്റെ ബസ്സൊക്കെ കിട്ടി. അപ്പോൾ എനിക്ക് കാവനൂർ എത്തണമെങ്കിൽ ആദ്യം ഇവിടുന്ന് നിലമ്പൂർക്ക് ബസ് കയറണം. നിലമ്പൂരിൽ നിന്ന് പിന്നെ സൗത്ത് പുത്തൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. അരിക്കോട് ബസ്സിൽ കയറിയിട്ട് പിന്നെ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ എളയൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞങ്ങൾ ഓഫീസ്. അപ്പോൾ അങ്ങോട്ട് ബസ് കയറണം. അങ്ങനെ എന്തായാലും ഞാൻ അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ കൂട്ടത്തിലുള്ള ഒരു CLC താൽക്കാലികമായിട്ട് ഇതൊന്ന് മാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓൾക്ക് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ഫ്രെയിമൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടേനി.
ഞങ്ങൾ 2 സാറുമാരെ ഫോട്ടോയും അതേപോലെ ഞങ്ങളെല്ലാവരും ഫോട്ടോയും വെച്ചിട്ട് ഒരു ഫ്രെയിമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുക്കുന്നതാണ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത്. റിവ്യൂ മീറ്റിങ്ങിൻ്റെ അന്ന് ഞങ്ങൾ ഈ CLC-മാരെല്ലാവരും മലപ്പുറം ജില്ലയിലുള്ള എല്ലാ CLC-മാരും ഒരുമിച്ച് കൂടും. അതേപോലെ തന്നെ ഞങ്ങൾ സാറുമാരും 2 അക്കൗണ്ടൻറ്റുമാരും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അന്ന് ഭയങ്കര സന്തോഷമായിക്കാരും. പിന്നെ നമുക്ക് സാലറി ഒക്കെ കിട്ടുന്ന ദിവസം കൂടിയാണ് അന്ന്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരു CLC ഇപ്പോൾ താൽക്കാലികമായിട്ടൊന്ന് മാറി നിൽക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഓള വകയാണ് കേട്ടോ, മാജിദയാണ് ഓളെ പേര്. ഓള വകയാണെന്ന് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഓളമ്മച്ചി ഉണ്ടാക്കിയതാണ് കേട്ടോ. ചിക്കൻ ബിരിയാണിയും അതേപോലെ ബീഫ് വരട്ടിയതും പിന്നെന്താ പിന്നെ സാലഡ് ചമ്മന്തിയൊക്കെ ഉണ്ടായിന് കേട്ടോ. തന്നെ വെറും ചോറും മീൻകറിയും ഒക്കെ ഉണ്ടായിന്. നല്ല ടേസ്റ്റുള്ള ഫുഡ് ആയിന് കേട്ടോ. അമ്മച്ചിൻ്റെ ഫുഡ് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. നല്ല ടേസ്റ്റും ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഉച്ച വരെയാണ് കേട്ടോ ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ടാവുക. ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം കൂടെ ഉണ്ടാവും. അപ്പം പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കലും അതേപോലെ തന്നെ ഞങ്ങളെ കണക്ക് കൊടുക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ ആവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ നമ്മൾ റിച്ചുമോൻ്റെ ബർത്ത്ഡേ നിന്ന് അപ്പോൾ ഞാൻ പോന്നപ്പോൾ ഒരു കേക്കൊക്കെ വാങ്ങിച്ച് അങ്ങനെ പോന്നു. അപ്പോൾ ഞാൻ കേക്ക് വാങ്ങിക്കണത് ഓനോട് പറഞ്ഞിട്ടില്ലേനി കേട്ടോ. പായസം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിനി. പിന്നെ ഞാൻ വന്നപ്പം സമയം ഒരുപാട് ആയിക്കണം, 5 മണിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ ഞാൻ എത്തിയപ്പോൾ. അപ്പോൾ ഇനി അന്നിപ്പോൾ പായസം ഉണ്ടാക്കലൊന്നും നടക്കൂല, ഇനി പിന്നെ എപ്പോഴേലും ഉണ്ടാക്കി തരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നതല്ലേ. അപ്പോൾ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് ആദ്യമൊന്നും ഞാനിങ്ങനെ കേക്കൊന്നും വാങ്ങിക്കലില്ലേനി കേട്ടോ. കുട്ടികളെ ബർത്ത്ഡേ വരുമ്പോൾ എന്തെങ്കിലും പായസമൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ കുടിക്കുമല്ലോ. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലേനി. ഇപ്പോൾ കുറച്ചായിട്ട് പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് തുടങ്ങിയിരിക്കണം. ഇപ്പോൾ ദിലൂന് കൊടുക്കും. ദിലൂന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.